ഹരി ഓം. ദശകം 12, ശ്ലോകം 8. അന്തർജലന്തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം. അന്തർജലം തദനു സങ്കുല നക്ര ചക്രം. സങ്കുല നക്ര ചക്രം ഒരുമിച്ച് വായിക്കുമ്പം സങ്കുലനക്ര ചക്രം, പിരിക്കുമ്പം സങ്കുല നക്ര ചക്രം. നക്രം എന്ന് പറഞ്ഞാൽ മുതലകൾ. ഭ്രാമ്യത് തിമിംഗില കുലം കലുഷ ഊർമിമാലം. ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം. കലുഷ ഊർമിമാലം, അതാണ് കലുഷോർമിമാലം. കലുഷ ഊർമി, അത് ഒരുമിച്ച് വരുമ്പം കലുഷോർമിമാലം. കലുഷോർമിമാലം. ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണ രവേണ രസാതല സ്ഥാൻ. ആവിശ്യ ഭീഷണ രവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയഃ ത്വം. ആകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. അഗവേഷയഃ ത്വം അഗവേഷയസ്ത്വം. അന്തർജലന്തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. ശ്ലോകം 8 അന്വയവും അർത്ഥവും നോക്കാം. ഈ ശ്ലോകത്തിൽ, ഈ 8-ാം ശ്ലോകത്തിൽ ഭഗവാന് ആ ജലാശയത്തിൽ ഭൂമിയെ അന്വേഷിക്കുന്നു. ത്വം തദനു സങ്കുലനക്രചക്രം. ത്വം നിന്തിരുവടി, തദന് അതിനുശേഷം, അനന്തരം, സങ്കലനക്രചക്രം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ആ മുതലക്കൂട്ടത്തോടു കൂടിയതും. അതാണ് ഒന്നെ ആ നക്രം എന്ന് പറഞ്ഞാൽ മുതല. നക്രചക്രം എന്ന് പറഞ്ഞാൽ മുതലകളുടെ ആ കൂട്ടം, ഒരു ചക്രം പോലെ അത്ര വരിവരിയായിട്ട് വട്ടത്തിൽ ഇങ്ങനെ അവർ പോവുകയാണ്. എന്നുവെച്ചാൽ ഭഗവാൻ വെള്ളത്തിലേക്ക്, ആ വരാഹം വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ജീവികൾ, ആ സമുദ്രത്തിലുണ്ടായിരുന്ന ജീവികൾക്ക് എല്ലാവരും കൂടെ ഒരു പാച്ചിലായി. അപ്പോൾ ആദ്യം പറയുന്നത് ആ നക്രചക്രങ്ങളെക്കുറിച്ച്. ആ മുതലക്കൂട്ടങ്ങൾ ഭയപ്പെട്ടു പോയി, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് മുതലക്കൂട്ടങ്ങൾ. അപ്പം അങ്ങനെ ആ മുതലക്കൂട്ടങ്ങളോട് കൂടിയതും ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം. അപ്പം ഭ്രാമ്യത്തിമിംഗലകുലം, ആ വട്ടം തിരിയുന്ന തിമിംഗലക്കൂട്ടത്തോടു കൂടിയതും ഇളകിമറിയുന്ന തിരമാലകളോടുകൂടിയതും. അപ്പോൾ ഈ വരാഹം, വലിയ വരാഹം വെള്ളത്തിലേക്കെടുത്ത് ചാടിയപ്പോഴത്തേനും തിരമാലകളെല്ലാം കൂടെ ഇളകിമറിയാൻ തുടങ്ങി. അതിനകത്ത് തിമിംഗലക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിഞ്ഞ് ഓടുവാൻ തുടങ്ങി. അതാണ് പറഞ്ഞത് ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം. വട്ടം തിരിയുന്ന തിമിംഗലക്കൂട്ടത്തോടു കൂടിയതും ഇളകിമറിയുന്ന തിരമാലകളോട് കൂടിയതും അന്തർജലമാവശ്യ, അങ്ങനെയുള്ള അതിലേക്ക്, ആ ജലമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആദ്യം എടുത്ത് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. മേളിന്ന് ചാടിയ ഉടനെ ഉള്ള ആ ഒരു രംഗമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ. ആ ഭയങ്കര ഗർജനം കൊണ്ട് ആ പാതാളവാസികളെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് വസുമതീം അഗവേഷയ. വസുമതി എന്ന് പറഞ്ഞാൽ ഭൂമി. ആ ഭൂമിയെ അന്വേഷിച്ചു ഭഗവാൻ.
അപ്പോൾ ആ വലുതായ ഒരു പർവ്വതം പോലെ ഒരു ജീവി ജലത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവിടെയുള്ള ആ മുതലകളുടെ ചക്രം മാല അല്ലെങ്കിൽ കൂട്ടം ഭയപ്പെട്ട് തങ്ങളുടെ സ്ഥലം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് പേടിച്ചു പോയി. അതുപോലെ തന്നെയാണ് തിമിംഗലങ്ങളും ധാരാളമുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രമിച്ച് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഊർമി എന്ന് പറഞ്ഞാൽ തിരമാലകൾ, കലുഷോർമി മാലം എന്ന് പറയുന്ന ഇളകി മറിയുന്ന തിരമാലകളോടുകൂടിയ ആ ജലം, അതാണ്. അപ്പോൾ ചാടിയ ഉടനെ വെള്ളം നാലുപാടും ചിതറിയത് ആ പുണ്യാഹം പോലെ മുനിമാരുടെ ദേഹത്ത് തെറിപ്പിച്ചു. അത്ര പൊക്കത്തിലേക്ക് തെറിച്ചു. അത് അവരെ സന്തോഷിപ്പിച്ചു. അത് പുണ്യാഹം പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതവരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഇറങ്ങി രസാതലം വരെ എത്തി. അപ്പോൾ ആ രസാതലം വെച്ചാൽ താഴെയുള്ള ലോകങ്ങൾ, അത് എത്രയാണ്? 7 ലോകങ്ങളുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇങ്ങനെ 7 എണ്ണമാണ് ഈ താഴെയുള്ള ലോകങ്ങൾ. അപ്പോൾ ആ രസാതലത്തിലെത്തി. അവിടെയാണ് ഈ അസുരൻ ഭൂമിയെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് ഭട്ടതിരിപ്പാട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അവിടെയുള്ള ഈ അസുരന്മാരെ എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാന് അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവരെല്ലാം ഭയന്ന് വിറച്ചു. കാരണം എന്തോ ഇടിവെട്ടം വീണ പോലെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ അതിലേക്ക് ചാടിയത്. അപ്പം ആ ജലത്തിലേക്ക് ചാടിയത്. അപ്പം അവിടുത്തെ ആ ഒരു ശബ്ദം അത്രേ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേനും അതിലുണ്ടായിരുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് അവർ ഭയപ്പെട്ടു പോയി. അവിടെ ചെന്നിട്ട് താഴെ ഇറങ്ങി ചെന്നിട്ട് ഭൂമിയെ അന്വേഷിച്ചു. വസു എന്ന് പറഞ്ഞാൽ ധനം, വസുമതി എന്ന് പറഞ്ഞാൽ ധനം ഉള്ളവൾ വസുമതി. അപ്പോൾ പലതരത്തിലുള്ള ധനമുണ്ടല്ലോ, ഉള്ളവളാണല്ലോ ഭൂമി. ഇപ്പം സ്വർണം, എല്ലാം നമുക്ക് ലോകത്തിലുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സകല ധനവും ഭൂമിയിലുണ്ട്. എന്തിനാ? ഈവൻ പച്ചക്കറികളും എല്ലാം ഭൂമിയിലുള്ളതാണ്. അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭൂമിക്ക് കിട്ടിയതാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസുമതിയെ ഭൂമിയെയാണ് അന്വേഷിച്ച് ഭഗവാൻ, മുങ്ങിപ്പോയ ഭൂമിയെ അന്വേഷിച്ച് ഭഗവാൻ വരാഹ അവതാരമെടുത്ത് താഴേക്ക് രസാതലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗിലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമകവേഷയസ്ത്വം.